നാട്ടിലുള്ളപ്പോൾ ഒരു കളി പോലും വിടാതെ കണ്ടുകൊണ്ടിരുന്ന IPL ഇവിടെ വന്നപ്പോൾ കാണാൻ വഴിയില്ല. പരതി അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. മൊബൈൽ ക്രിക്ക് എന്ന് പറയുന്ന സൈറ്റ്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ടിലെ കിടന്ന് IPL കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്നപ്പോൾ ഞാൻ മുടി വെട്ടിയാലും നിന്നിച്ച് താഴെ മുടി വെട്ടാൻ നമ്മളത്തേക്ക് ഇവിടുത്തെ ചേട്ടായിരുന്നു മുടി വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സഹായിച്ച് കുറേ നേരം ചേട്ടൻ്റെ മുടിയൊക്കെ വെട്ടി കൊടുത്ത ശേഷം എൻ്റെ താടി ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിമ്മർ എടുത്തു. എപ്പോഴൊക്കെ താടി ട്രിം ചെയ്യാൻ ട്രിമ്മർ എടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം വടിക്കുകയാണ് എൻ്റെ പതിവ്. അതേപോലെ തന്നെ സംഭവിച്ചു. താടി വടിക്കേണ്ടി വന്നു. താടി വടിച്ചൊരു കുളി കഴിഞ്ഞ് നേരെ കറങ്ങാൻ പറ്റും. കുഞ്ഞുനാളിൽ എൻ്റെ ഒരു ഡ്രീം വണ്ടിയായിരുന്നു ഈ കാണുന്ന സാധനം. 500 ഏകദേശം 50,000 രൂപ വില നോക്കി ഇപ്പുറത്തൊന്നൊരു തൊപ്പിയെടുത്ത് എന്തായാലും വെച്ചു ചെറിയൊരു ഫാഷൻ ഷോ. പല സാധനങ്ങളുടെയും വിലകൾ കണ്ട് ഞാൻ വായിൽ കഴിച്ച് നടന്നു. അപ്പോൾ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേർ ഉരുട്ട് വേണ്ടി പിന്നെ കുറച്ച് നേരം അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ എത്തിയത് കളിപ്പാട്ടങ്ങളും പാവകളും എല്ലാം വാരി ഉതിരേക്കുന്ന ഒരു സെക്ഷൻ. നാട്ടിലും കണ്ടിട്ടില്ലാത്ത ഇംഗ്ലീഷ് കളിപ്പാട്ടങ്ങൾ കണ്ട് കുറേ നേരം ഞാൻ വണ്ടടിച്ച് നിന്നുപോയി. ഇത്ര പ്രായമായിട്ട് എനിക്ക് അവിടുന്ന് പോരാൻ തോന്നി. അതിൽ തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കൈ വെച്ച് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അടുത്തടുത്ത് കയറി ഡെക്കാത്ലോൺ. നാട്ടിലായാലും UK യിലായാലും ഡെക്കാത്ലോൺ നമുക്ക് സ്പെഷ്യൽ. പക്ഷേ അവിടെ കണ്ണിലുടക്കിയത് ക്രിക്കറ്റ് ബാറ്റ്. അവിടുന്ന് ഒരു ബാറ്റ് മേടിച്ച് ഇന്ന് തന്നെ ക്രിക്കറ്റ് കളിക്കണം വാശിയോടെ ഞങ്ങൾ യാത്ര.